പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെന്റൽ ഹെൽത്ത് എന്താണെന്ന് പോലും അറിയില്ല. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് മനസ്സിലായത്. ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. നമ്പർ 1, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിട്ട് ഒന്നും ചിന്തിക്കാതിരിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ കണ്ണടച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നതെന്ന് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് ദേഷ്യം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് വരുന്നുണ്ട്, നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പോൾ അയാൾ ഒരു കത്തി എടുത്ത് കുത്താനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അതായത് നമ്മളിപ്പോൾ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ചിലർ കാർ വാങ്ങുന്നു, ചിലർ ബൈക്ക് വാങ്ങുന്നു, ചിലർ വീട് വാങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്ന് നമുക്ക് ചിലപ്പം തോന്നിപ്പോകാറുണ്ട്. അയാൾ ഇത് എങ്ങനെയാണ് മേടിച്ചത്, അയാൾ ലോണിലാണോ EMI യിലാണോ, അല്ലെങ്കിൽ അയാൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്പർ 3, സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. ഫാമിലിയായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലോകത്ത് നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടെന്ന്.